അതെ, കുറെ നാളുകൊണ്ട് ഒരു അമ്പലത്തിലെ അന്നദാനം സദ്യ കഴിക്കണം എന്നൊരു ആഗ്രഹം. അങ്ങനെ എന്റെ വീട്ടിന്റെ അടുത്ത് ദേവീക്ഷേത്രമാണ്. ദേവീക്ഷേത്രത്തില് ഇന്ന് അന്നദാനം ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് കഴിക്കാം. ഓക്കെ. ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൻ്റെ അന്നദാനത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ എന്തോ പൂജ നടക്കുകയായിരുന്നു. അപ്പോൾ പൂജ കഴിഞ്ഞിട്ടേ അന്നദാനം കൊടുക്കത്തുള്ളൂ. ഏകദേശം ഒരു 12 മണിയാവും. ഞാൻ 11:30 ആയപ്പോഴാണ് എത്തിയത്. ക്ഷേത്ര പരിസരമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അന്നദാനം കൊടുക്കുന്ന ഓഡിറ്റോറിയത്തിന് അടുത്തോട്ട് പോകാം. നല്ല തിരക്കായിരിക്കും. ഉച്ചയ്ക്ക് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ സമയമാകുമ്പോൾ അന്നദാനം കഴിക്കാൻ വരും. നിങ്ങൾക്ക് തന്നെ കാണാം, ഷട്ടർ തുറന്നിട്ടില്ല. എന്നാലും ചെറിയൊരു ക്യൂ തുടങ്ങി. ഇപ്പോഴേ പോയി നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടുപോകും. പിന്നെ ക്യൂവിൽ ഞാനും കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ ഒരു ഫീലുണ്ടല്ലോ, നമുക്ക് അന്നദാനം കഴിക്കുന്ന ഒരു ഫീല്, അതൊരു വേറെ ഫീല് തന്നെയാണ് കേട്ടോ. പിന്നെ ക്യൂ അങ്ങോട്ട് അനങ്ങി തുടങ്ങി. പിന്നെ ആൾക്കാരുടെ ഇടിയും ബഹളവും വരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം, ആഹാരം കഴിക്കാൻ വേണ്ടി ആൾക്കാരെ എന്തുമാത്രം ഉന്തും തള്ള ചെയ്യുന്നു. ഒരു പ്രാവശ്യം ക്യൂ ക്ലിയർ ചെയ്താണ് നമ്മൾ അടുത്ത ടാസ്ക് സീറ്റ് പിടിക്കുക എന്നുള്ളത്. എങ്ങനെയെങ്കിലും പോയി ഒരു സീറ്റ് പിടിച്ചു. അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു, ഇലയൊക്കെ ഇട്ടു സെറ്റാക്കി. ആദ്യം വിളമ്പുന്നത് മാങ്ങ കറിയാണ്, മാങ്ങ അച്ചാർ എന്ന് പറയും. പിന്നെ കിച്ചടി, പിന്നെ തോരൻ, പിന്നെ അവിയൽ, പിന്നെ നമ്മുടെ ചോറ് നല്ല ചൂടായിരുന്നു. ചോറിനോടൊപ്പം തന്നെ നല്ല അടിപൊളി കിട്ടില്ല സാമ്പാറും വിളമ്പി. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ സദ്യയിലൊക്കെ കഴിക്കുന്ന സാമ്പാർ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ക്ഷേത്രത്തിൽ, അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം പോയി അന്നദാനം കഴിച്ചു പോകണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കും പോലെ എല്ലാവരും വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഈ ചൂട് സമയത്തൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഈ ചൂട് സദ്യ കഴിക്കുന്നത് വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇരിക്കുന്ന ഓഡിറ്റോറിയം അത്യാവശ്യം നല്ല വലിയ ഓഡിറ്റോറിയമാണ്. അമ്പലത്തിൻ്റെ തന്നെയാണ്. ഏകദേശം ഒരു 1500ഓളം പേർക്ക് ഇരുന്ന് ഒരുമിച്ച് സദ്യ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഊണിൻ്റെ അവസാനമായിട്ട് എനിക്ക് രസം വിളമ്പി. രസം നല്ല അടിപൊളി ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ രസമൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ കൈ കഴുകാനാണ്. എങ്ങനെയാണോ ഞാനിത് എൻട്രി കിട്ടി അതേപോലെ പാട് തന്നെയാണ് കൈ കഴുകാൻ. നമ്മൾ കൈയൊക്കെ കഴുകി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇതുപോലെ സെറ്റായി. പിന്നെ ആൾക്കാർ കൂടിക്കൂടി വന്നു. കാരണം ഞാൻ കഴിച്ചത് ഏകദേശം ഒരു 12:30-ക്കാണ്. സദ്യ ഏകദേശം 2 മണി വരെ കാണും. അങ്ങനെ 2 മണിയൊക്കെ എടുക്കാറാകുമ്പം ആൾ കൂടി ഒരുപാട് പേര് പാർസലൊക്കെ മേടിച്ചുകൊണ്ട് പോയി. വീട്ടിലേക്ക് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയേ ഊണൊക്കെ പാർസൽ മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ വിശിഷ്ടപ്പെട്ട അമ്പലങ്ങളുണ്ടെങ്കിൽ, അവിടെ ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി അവിടെ ഒരു നേരത്തെ സദ്യ കഴിച്ചു നോക്കുക. വേറെ വൈബാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ല. വിഷ്ണു_. Until then, bye.